വരികളാണ്. ശ്രമിച്ചു നോക്കട്ടെ. പിന്നെയും തിണങ്ങിയോ നീ, പിന്നെയും തിണങ്ങിയോ നീ എന്നോമലാളേ. മധുമാസരാത്രിയിൽ മനതാരിലീറനാം മലർമഞ്ഞു മൂളും ഈ വേളയിൽ ഒരു ചിരി കാണാൻ, ഒരു വാക്കുമിണ്ടുവാൻ തുടിക്കുമെന്ന് കൃത്യം ലയമറിയാതെ. പിന്നെയും തിണങ്ങിയോ നീ എന്നോമലാളേ. മധുമാസരാത്രിയിൽ മനതാരിലീറനാം മലർമഞ്ഞു വീഴും വേളയിൽ ഒരു ചിരി കാണാൻ, ഒരു വാക്കുമിണ്ടുവാൻ തുടിക്കുമെൻ ഹൃത്തിൻ ലയമറിയാതെ. പിന്നെയും തിണങ്ങിയോ നീ എന്നോമലാളേ. രാക്കടമ്പിൽ കളിവണ്ടുകളൊക്കെയും നറുതെന്നുകന്നു മയങ്ങിയല്ലോ. പാതിരാപ്പുള്ളുകൾ ഉണർന്നുവല്ലോ. രാക്കടമ്പിൽ കളിവണ്ടുകളൊക്കെയും നറുതെന്നുകന്നു മയങ്ങിയല്ലോ. പാതിരാപ്പുള്ളുകൾ ഉണർന്നുവല്ലോ. പരിഭവിക്കാൻ എന്തപരാധം ചെയ്തു ഞാൻ, പറയൂ കൺമണി അരികിൽ വരൂ. പിന്നെയും തിണങ്ങിയോ നീ എന്നോമലാളേ. മധുമാസരാത്രിയിൽ മനതാരിലീറനാം മലർമഞ്ഞു വീഴുമീ വേളയിൽ ഒരു ചിരി കാണാൻ, ഒരു വാക്കുമിണ്ടുവാൻ തുടിക്കുമെൻ ഹൃത്തിൻ ലയമറിയാതെ. പിന്നെയും തിണങ്ങിയോ നീ എന്നോമലാളേ. താങ്ക് യു. ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ സുനോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. ഈ സുനോ ആപ്പ് തുറന്നൊക്കെ നമ്മൾ വാട്സപ്പ് അല്ല ഈ ഫേസ്ബുക്ക് ചോദിക്കുന്ന മാതിരി നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയുന്നു നമുക്കൊരു പാട്ട് വേണം. ശരി, പാട്ട് എന്ത് തരത്തിലുള്ള പാട്ടാണ്? ഒരു ഇന്ത്യൻ പാട്ട്, മലയാള പാട്ട്, തബല വേണം, ഹാർമോണിയം വേണം. അപ്പോൾ ഒരു സംശയം, വരികളില്ലേ, വരികൾ വേണോ? എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെയാണ്, പ്രണയമാണ്, അങ്ങനെ അങ്ങനെയൊക്കെയാണ്. വരികൾ തരാം, വരികളും തരുന്നു, പാട്ടും തരുന്നു, അത് റെക്കോർഡ് ചെയ്ത് തരുന്നു, നമ്മൾ കേൾപ്പിച്ച് തരുന്നു, നമ്മൾ കുളിരണിയുന്നു. ഈ കുളിർ ഇങ്ങനെ അണിഞ്ഞുകൊണ്ടിരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. പൊതുവേ നമ്മുടെ വരികളൊക്കെ നമ്മുടെ സാധാരണ പറയുന്ന തരത്തിലുള്ളതൊക്കെ AI ചിന്തിച്ച് എടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ളത് ലൈവ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. റെക്കോർഡല്ലാത്ത നേരിട്ട് ആൾക്കാരിങ്ങനെ ഇരുന്നിട്ട് ഫിസിക്കലി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പാടുന്നതിൻ്റെ അതല്ലാത്ത ബാക്കിയെല്ലാം ഇപ്പോൾ AI ചെയ്തു തരുന്നുണ്ട്.
ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതും AI ചെയ്ത് തന്നേക്കാം. പക്ഷേ സോ ഫാർ സോ ഗുഡ്. അങ്ങനെ നമുക്കിങ്ങനെ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ക്ലബ്ബുകളൊക്കെ ഞങ്ങൾ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന ക്ലബ്ബുകളാണ്. കാരണം വൈകുന്നേരം ഒരു 10-25 ആൾക്കാരൊക്കെ ഒരുമിച്ച് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ തന്നെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക ടെൻഷൻ കുറയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പലതരം ആളുകൾ ഇരിക്കുന്നു, പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ